ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജിഷാസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള ഒരു കറിയാണ് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല, എന്നാലും വെക്കുന്നവരും ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൺചട്ടിയിൽ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് എന്നിവ വെച്ചിട്ട് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള മാങ്ങാ കറികളൊക്കെ മൺചട്ടിയിൽ നല്ല അടുപ്പിൽ വെച്ച് വേവിച്ച് കറി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാട്ടോ. പണ്ടത്തെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ഗ്യാസിൽ വെക്കുമ്പം ഉണ്ടാകുന്ന ടേസ്റ്റിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ ഇങ്ങനെ വെക്കുന്നത് ഞാനും അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ് കേട്ടോ. അതുപോലെ ഈ മാങ്ങ വെച്ചാൽ പച്ചമാങ്ങയല്ല കേട്ടോ, ഉപ്പിലിട്ട മാങ്ങയാണ്. നമ്മൾ കുറേ നാൾ ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ കറി വെക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ മാങ്ങ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ തേങ്ങയൊക്കെ അരച്ച് അങ്ങനെയുള്ളൊരു കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ തീയൊക്കെ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട് ആയതുകൊണ്ട് നല്ല കാറ്റാട്ടോ. തീ ഓരോ ഭാഗത്തു കൂടിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നല്ല പുക കണ്ണിലേക്ക് അടിക്കുന്നതുകൊണ്ട് കേട്ടോ വലിയ കുഴലൊക്കെ വെച്ചിട്ട് ഞാൻ ഊതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി കുഴപ്പമില്ല. കാറ്റെല്ലാം പുക മുഖത്തേക്ക് തന്നെയാണ് അടിക്കുന്നത്. അത്ര പുകയാണ് കേട്ടോ. കാറ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുക വരികയാണ് മുഖത്തേക്കൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. പിന്നെ ഈ കുഴൽ പ്ലാസ്റ്റിക്കിൻ്റെ കുഴലാട്ടോ, പൈപ്പാണ്. നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്ന പൈപ്പ്. വേറെ കുഴലൊന്നും എൻ്റെ അടുത്തില്ല. ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഇരുമ്പിൻ്റെ കുഴൽ. അത് ഞങ്ങൾ വീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയപ്പോൾ അത് പിന്നെ കാണാനില്ല. അപ്പം ഞാൻ ഇതാണ് എടുത്തത് കേട്ടോ. ചെറുതാകുമ്പം ഒരുപാട് പുക കണ്ണിലേക്ക് അടിക്കുന്നതുകൊണ്ട് വലിയ പൈപ്പ് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അപ്പവും കടലക്കറിയായിരുന്നു. വെള്ളയപ്പവും കടലക്കറിയും. പിന്നെ ബീറ്റ്റൂട്ട് തോരൻ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ മീൻകറി ഉണ്ട്, പയർ തോരനുണ്ട്, ചോറ് വെച്ചു. അപ്പോൾ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറി മാത്രം വെച്ചാൽ മതി. അപ്പോൾ മാങ്ങക്കറി വെക്കണമെന്ന് ഇന്നലെ മനസ്സിലങ്ങനെ പ്ലാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങക്കറി വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെയിൽ തുടങ്ങും പാലക്കാട്. അത്ര വെയിലാണ്. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഒരുവിധം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോഴാണ് ആ മാങ്ങക്കറിയുടെ ടേസ്റ്റ് കിട്ടുക. പച്ചമുളകും കൂടി ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ഒന്നും ഇട്ടിട്ടില്ല. 2 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ മാങ്ങ ഒരുവിധമായിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ആകാൻ വേണ്ടി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത്രയും നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പുമാങ്ങ ആയതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കടുക് താളിച്ചിട്ട് ഇടണം. അപ്പം കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക്, ഉള്ളി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് താളിച്ചെടുക്കണം. അപ്പം വറമുളക് എൻ്റെ അടുത്തില്ല, അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വറമുളക് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു മാങ്ങാക്കറിയും ഒരു ഉണക്കമീൻ വറുത്തതോ പച്ചമീൻ വറുത്തതോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണ് കുശാലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് കടയിൽ നിന്നൊക്കെ വിഷമുള്ള പച്ചക്കറികൾ വാങ്ങുന്നതിനെക്കാട്ടി നല്ലത്. ഇപ്പം മാങ്ങയ്ക്ക് നല്ല സീസണാണല്ലോ, എല്ലായിടത്തും മാങ്ങയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.